ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നൊരു സൺഡേ മിനി വ്ളോഗാണ്. മിനി വ്ളോഗല്ല, ഒരു ലോങ് വ്ളോഗ്. കുഞ്ഞോള് നോക്ക്, കുഞ്ഞോള് പിണങ്ങിയിരിക്കുകയാണ്, ഫോണിൽ കളിക്കാൻ കൊടുക്കാത്തേ. ഇന്ന് സൺഡേ കാരണം എനിക്ക് ഡ്യൂട്ടി ഇല്ല കേട്ടോ. അപ്പോൾ ചേട്ടന് തെങ്ങേറ്റുണ്ട്. ഇപ്പോൾ ആള് രാവിലെ ഒരു 5:30 ആയപ്പോൾ പുലർച്ചെ 5:30 പോയതാണ് കേട്ടോ തെങ്ങേറ്റത്തിന്. ഇപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഈ ചായക്കടി കൊണ്ടുപോയോ എന്ന് പറഞ്ഞപ്പോൾ. അപ്പോൾ നമുക്ക് ഇപ്പോൾ വിളിച്ച് പറഞ്ഞ കാരണം വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. വലിയ ഫുഡൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ ലളിതമായിട്ടൊരു ചെറിയൊരു ചായക്കടി കൊണ്ട് നമ്മൾ പോവാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് കൊള്ളി പുഴുങ്ങണുണ്ട്, അതുപോലെ തന്നെ മുട്ട പുഴുങ്ങണുണ്ട് കേട്ടോ. ഒപ്പം തന്നെ ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കുട്ടികൾ TV വെച്ചിട്ടുണ്ട്, അപ്പോൾ അത് കാരണം നല്ല ശബ്ദമുണ്ട്. ഇപ്പോൾ കൊള്ളി പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ചമ്മന്തിയിലേക്കുള്ള കാര്യങ്ങൾ ഇപ്പോൾ മുളക് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കാന്താരി മുളക് ഇല്ലാതെ കാരണം ഉണ്ടമുളക് ഇട്ട് എടുത്തേക്കണേ. അപ്പോൾ അതെ ചുമന്നുള്ളി നന്നാക്കാനായിട്ട് കുഞ്ഞോളും സഹായിക്കുന്നുണ്ട്. ചമ്മന്തിയിലേക്കുള്ള ഉള്ളിയൊക്കെ നന്നാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. അപ്പോൾ എനിക്ക് ഓരലിൽ കുത്താനുള്ള ടൈമില്ല, അപ്പോൾ അത് കാരണം കേട്ടോ മിക്സിയിൽ ചെയ്യണം. അതാകുമ്പോൾ വേഗം ആക്കി കൊടുക്കാമെന്ന് വേണ്ടിയിട്ട്. ഇപ്പോൾ ഒരു അരമണിക്കൂറിനുള്ളിൽ ചായക്കടി കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ മിക്സിയിൽ വേഗം ക്രഷ് ചെയ്തെടുക്കണേ. മുട്ട പുഴുങ്ങി കഴിഞ്ഞപ്പോൾ ആ പാത്രം കഴുകിയിട്ട് നമ്മൾ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ചമ്മന്തി അരച്ചെടുത്ത് കഴിഞ്ഞു. നമ്മൾ ഇനി ചമ്മന്തിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ചമ്മന്തി റെഡിയായി. അപ്പം തന്നെ ചായക്ക് വെള്ളം തിളച്ചിട്ടുണ്ട്, ചായപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചായക്കടി റെഡിയായിട്ടുണ്ട്, കൊള്ളി പുഴുങ്ങിയിട്ടുണ്ട്, അതുപോലെ തന്നെ ചമ്മന്തി റെഡിയായി, മുട്ട പുഴുങ്ങിയത് റെഡിയായിട്ടുണ്ട്. അവർ 4 പേരുണ്ടെന്ന് പറഞ്ഞ കാരണം ഞാൻ 4 ഗ്ലാസ് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുടിക്കാനുള്ള വെള്ളവും ചായയും ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മൾ ചേട്ടൻ്റെ അടുത്തേക്ക് ചായ കൊണ്ടെടുക്കാൻ പോവാട്ടോ. അതായത് കുഞ്ഞോളും ഉണ്ട് കൂടെ. ചായയും അതുപോലെ തന്നെ കടിയൊക്കെ ആയിട്ട് നമ്മളിത് പോകാൻ നോക്കുന്നു. കുഞ്ഞോളിത് നടന്ന് മുറുക്ക് തിന്നണം. കുഞ്ഞോള് നോക്ക്, ഹായ് പറയേ. 4 മണിക്കാറ്റിലാണ് കേട്ടോ ചേട്ടൻ പണിയെടുക്കണേ. അപ്പോൾ 4 മണിക്കാറ്റിൽ നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു 15 മിനിറ്റ് ദൂരമേ ഉള്ളൂ 4 മണിക്കാറ്റിലേക്ക്. അപ്പോൾ 4 മണിക്കാറ്റിൽ കയാക്കിങ് നടക്കണ സ്ഥലത്താണ് ആൾ പണിയെടുക്കണത്. അപ്പോൾ ചേട്ടൻ്റെ 4 ഫ്രണ്ട്സ് ഉണ്ട്, അപ്പോൾ അവർക്കും കൂടെയാണ് നമ്മൾ ചായ കൊണ്ടുപോകുന്നത്. നമ്മളൊരു ഊട് വഴി കൂടി ആട്ടാ പോണേ. നേരെ റോട്ടിൽ കൂടെ പോവാനേക്കാൾ നല്ലത് ഇങ്ങനെ ചെറിയ വഴി കൂടെ പോകണതാണ്. അപ്പോൾ അത് കാരണം നമ്മൾ ചെറിയ വഴി കൂടെ കേട്ടോ പോകണം, ഒരു ഊട് വഴി കൂടെ. ഞാനും ഉണ്ണി 4 മണിക്കാറ്റിലെത്തി കേട്ടോ. അതപ്പോൾ ഈ കാണുന്നതാണ്, ആ ഭാഗത്താണ് ചേട്ടൻ പണിയെടുക്കുന്നത് കേട്ടോ. അതെവിടെയാണ് ചേട്ടൻ പണിയെടുക്കുന്നത്, അതവിടെ കയാക്കിങ് ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അത് ഈ പാലം കയറി കഴിഞ്ഞാൽ 4 മണിക്കാറ്റായി. നമ്മൾ ഇല മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, മുറിച്ച് വെച്ചത് എടുക്കാൻ മറന്നു. അപ്പോൾ അത് കാരണം ഞങ്ങൾ വഴിയിലൊരു കടയിൽ നിന്ന് പേപ്പർ പ്ലേറ്റ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മളിത് പേപ്പർ പ്ലേറ്റൊക്കെ കൈ പിടിച്ചിട്ട് പോകണു. ഇവിടെ തേങ്ങ ഇറക്കി കൂട്ടുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. തേങ്ങ കൊണ്ടുപോകാനുള്ള വണ്ടി വന്നിട്ടുണ്ട്. അതാണ് കയാക്കിങ് നടക്കുന്ന സ്ഥലം. നല്ല നട്ടാറ വെയിലാണ് കേട്ടോ. അയ്യോ ഭയങ്കര ചൂടും. ഒന്നല്ല വെള്ളയറ്റായ കാരണം വെള്ളം കയറി എടുക്കണം ഇവിടെ ഒക്കെ. എന്താ വെള്ളത്തിൽ കൂടെ നടന്നു പോകണം. നല്ല വഴുക്കലുണ്ട്, ചെളിയുള്ളത് കാരണം നോക്കി നടക്കട്ടെ മോനെ. ഇവിടെ ഒരു കടലിലും പുഴയിലൊക്കെ മീൻ പിടിക്കാൻ പോണ ഒരു ബോട്ട് എടുക്കുന്നുണ്ട്. കുഞ്ഞോട് വളരെ സ്പീഡിൽ നടക്കുന്നുണ്ട്. അതെ കുറേ സംഭവങ്ങൾ കിടക്കുന്നുണ്ട്. ഊഞ്ഞാല്. കുഞ്ഞോളെ നോക്കി പോട്ടെ, വീഴൂട്ട മോനെ, വഴുക്കലുണ്ട്. അപ്പോൾ അതെ നമുക്ക് ചേട്ടനെ കണ്ടു കിട്ടി. എന്താണ് ഈ തോട്ടിലെ വെള്ളത്തിലൊക്കെ കളിക്കണ മനുഷ്യ. പിടിച്ചതാ മോളും വെള്ളത്തിൽ ഇറങ്ങാനായിട്ട് ഇൻട്രസ്റ്റിലാണ്. പിടിച്ച എവിടെ ബാക്കിയുള്ള ആൾക്കാര്? വീഴോ? ഞാനിത് കടക്കട്ടെ കേട്ടോ, എന്നിട്ട് ബാക്കി വീഡിയോ എടുക്കാം. പേടിയുണ്ട്, വെള്ളത്തിൽ ഫോണ് പോവും, വീഡിയോ എന്നൊക്കെയുള്ളൊരു ടെൻഷനുണ്ട് കേട്ടോ. അതുകൊണ്ടാണേ. ഇത്രയും വെള്ളമുണ്ട്, എൻ്റെ മുട്ടുംകാലിൻ്റെ മേലിലേക്ക് വെള്ളമുണ്ട്. അയ്യോ വഞ്ചിട്ട് വരാൻ പറയും.
അതെ, ഇത് പുഴ, അത് കഴിഞ്ഞൊരു തോട്, അത് കഴിഞ്ഞ് വീണ്ടും ഒരു തോട്. ഇത് കഴിഞ്ഞിട്ട് വേണം അപ്പുറത്തേക്ക് എത്താൻ. വഞ്ചി വരുന്നുണ്ട്. അച്ഛന് വഞ്ചിയേ അവിടെ കൊണ്ടുവന്ന് ഇടിച്ചു കഴിഞ്ഞാല് ആൾക്കാകുമ്പോ വഞ്ചി കുത്താറിയ പാപ്പനെ ഭയങ്കര വഞ്ചി കുത്തായിരുന്നു. ഇത് നല്ല ആഴുണ്ട് അല്ലേ? പിന്നെ എനിക്ക് പേടി ഉണ്ടാവില്ലേ? എനിക്ക് നീന്താൻ അറിയാം, പക്ഷെ അതേമാതിരി അല്ല. വഞ്ചി വന്നു. ഇതാരാ? ചായക്കടിയും കൊണ്ട് വന്നല്ലേ? കെട്ടിമറിഞ്ഞ് വീഴുവോ? ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് വഞ്ചി കയറിയിരിക്കുന്നു. യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് സ്വന്തമായിട്ട്. എന്ത് മനുഷ്യനാണ് നിങ്ങൾ? എന്റെ ഫസ്റ്റത്തെ എക്സ്പീരിയൻസാ. ഞാൻ ഇതുവരെ വഞ്ചി കയറിയിട്ടില്ല എന്റെ ജീവിതത്തിൽ. വഞ്ചി തുഴഞ്ഞേർന്ന ആൾക്കാര് വെള്ളത്തിൽ വീണല്ലേ? അയ്യോ വഞ്ചി പാപ്പ ശ്രദ്ധിച്ചില്ല പോലെ. കാട്ടിലാണ് നമ്മള് ചായയും കൊണ്ട് വന്നത്. അറ്റത്തെ പുഴയുടെ അവിടെ നമ്മൾ ഇവിടേക്ക് വന്നത്. അയ്യോ, ഞങ്ങൾ നാടൻ ഭാഷ പഠിച്ചിടണം. പറ 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 ഞങ്ങൾ നാടൻ ഭാഷ പഠിച്ചിടണം. നിക്ക് എവിടുന്നാ? ആര് പറഞ്ഞു? നാടൻ ഭാഷ എവിടുന്ന പഠിച്ചേ? എവിടുന്ന്? ഇവരെന്നാ? അയ്യേ, ഇവരൊക്കെ പറയലുണ്ടോ വീട്ടില്? എന്നിട്ടാ എനിക്ക് കരി കുടിക്കണം. ചിഞ്ചാവി ഇങ്ങോട്ട് പോരാ. പുല്ലിൻ്റെ ഉള്ളിൽ കൊണ്ടാ അത് കുടിച്ചാ. അത് കൊടുക്കും. മേടിച്ചോ അടി റീലാക്കി മോളെ. ഇങ്ങോട്ട് തിരിഞ്ഞിക്ക, നമുക്ക് റീലായിക്കോട്ടെ. എന്താ പിന്നെ കുടിക്കേ അത് നിങ്ങക്ക് കുടിക്കേ. നോക്കട്ടെ ഞാന്. അതല്ലേ പേടാവണ്ടാണ് അടിയില്. തരിപ്പ് പോയി പേടുവാണ്. അപ്പൊ എവിടെ ജോലിക്കൊണ്ട്? എവിടെ? ഞാൻ ചാവക്കാട് താലൂക്ക് ആശുപത്രിയുടെ അവിടെ. അവിടെ ഒരു ക്ലിനിക്ക് ഉണ്ട്, കുരുവിലാന്ന് പറഞ്ഞിട്ട്. ആ, എക്സ്റേയില്. ആ, അപ്പൊ കുഞ്ഞോൾക്ക് കൊടുത്ത കരിക്കിന്റെ വെള്ളമൊക്കെ കുഞ്ഞോള് കുടിച്ചു. ഇപ്പൊ ചേട്ടൻ അതിന്റെ കഴമ്പ് തിന്നാനായിട്ട് വെട്ടി കൊടുക്കട്ടോ കരിക്ക്. മുടിയില്ലാന്ന് ആ ചവറന്തെല്ലാം കണ്ടാലും മതി.
എന്റെ കുട്ടീനെ എന്തെങ്കിലും പറഞ്ഞാണ്ടല്ലോ അവളെ കൊലപാതകം നടക്കും. മിണ്ടാണ്ട് എന്റെ മൂക്കിനെ അടിക്കും. എടുത്തോ? നമ്മൾ പുഴയുടെ അപ്പുറത്തെ വശത്തേക്ക് വന്നു, 4 മണിക്കാറ്റിൻ്റെ ഇപ്പുറത്തെ വശത്തേക്ക്. ഇവിടെ ഒരൊറ്റ വീടുണ്ട് കേട്ടോ. നമ്മൾ വന്ന വഴിയാണ് ഇത്. ആ ചേട്ടൻ, പിന്നെ രാജുപ്പാപ്പൻ, ഇത് സുരേഷ് പാപ്പൻ, പിന്നെ സജീഷ് ഏട്ടൻ, സൈത്തേട്ടൻ, തെങ്ങുമ്മ. നാലാൾക്കാരുള്ളോ? കിടക്കാൻ 5 വിളിക്കാം. കുടിച്ചല്ലേ? കുടിച്ചില്ലേ? ആര് തോട്ടിലെ വെള്ളം കുടിച്ചോളാൻ പറഞ്ഞു. തുറന്നത് ചായാണ്, വെള്ളം ഒഴിക്കാനുള്ള റേഞ്ച് ഉണ്ട്. ഇത്ര മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമായിട്ട് കാണിക്കൂ. പ്ലേറ്റോടാ നിങ്ങളെ വീട്ടിൽ പോയി എന്റെ കൊള്ളിക്കാരനെ ഓടി വെച്ചേർക്കണേ. പാപ്പം കഴിച്ചാപ്പാ ആ തൂപ്പൊക്കെ എന്തിനും ഒരു കോഞ്ഞാട്ടൊക്കെ തിന്നപ്പോ സൂപ്പറായിട്ടത് വീഡിയോക്ക് വേണ്ടി പറയാനോ? വീഡിയോക്ക് വേണ്ടി പറഞ്ഞല്ല. തെങ്ങാറ്റൊക്കെ കഴിഞ്ഞ് പോവാണ്. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ സൺഡേ വ്ളോഗ്. ബായ്.